നമസ്കാരം, ഞാൻ ഡോക്ടർ മാത്യു ഡൊമിനിക്, സീനിയർ ENT കൺസൾട്ടൻറ്റ്, എറണാകുളം. കഴിഞ്ഞ ഭാഗത്തിൽ ഒരു 5 വയസ്സിന് മുകളിലുള്ള പ്രതികരിക്കാൻ പറ്റുന്ന ആളുകൾക്കുള്ള ടെസ്റ്റ് പ്യൂർട്ടോൺ ഓഡിമെട്രി എന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ പ്രതികരിക്കാൻ പറ്റാത്ത ആളുകൾ, പ്രത്യേകിച്ച് ചെറിയ കുട്ടികൾ, 4 വയസ്സ് താഴെയുള്ള, അല്ല 1-2 വയസ്സായിട്ടുള്ളത്, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം കൊണ്ട് കോൺഷ്യസ് അല്ലാത്ത ആളുകൾ, ബുദ്ധിമാന്ദ്യമുള്ള അവർക്ക് ചെയ്യുന്ന ടെസ്റ്റുകളാണ് ഒബ്ജക്റ്റീവ് ടെസ്റ്റ്. അപ്പം അങ്ങനെയുള്ള കുട്ടികൾക്ക് ആദ്യമായിട്ട് ഇപ്പോൾ കേരളത്തിലെമ്പാടും കുട്ടികളുണ്ടാകുമ്പോൾ ആദ്യത്തെ 3 ദിവസത്തിന് മുമ്പ് ചെയ്യുന്ന ഒരു ടെസ്റ്റാണ് OAE, ഓട്ടോ അക്കോസ്റ്റിക് എമിഷൻ എന്ന് പറയും. ഒരു സ്ക്രീനിങ് ടെസ്റ്റാണ്. കേൾവിക്കുറവുണ്ടോ ഇല്ലയോ എന്ന് പറയാൻ പറ്റും. അപ്പം നല്ലതായിട്ട് കേൾക്കുന്നുണ്ടെങ്കിൽ 40 ഡെസിബലിന് താഴെയാണ് കേൾവിയെങ്കിൽ ആ ടെസ്റ്റ് പാസ്സാകും. അതിന് മുകളിലുള്ള കേൾവിക്കുറവുണ്ടെങ്കിൽ എത്രത്തോളം കേൾവിക്കുറവുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുകയില്ല. അപ്പോൾ അതുകൊണ്ട് ഇതൊരു സ്ക്രീനിങ് ടെസ്റ്റ് മാത്രമാണ്. ഇതിന് പാസും റഫർ എന്നായി പറയാറുള്ളത്, പാസും ഫെയിൽ എന്ന് പറയാറില്ല. പാസ്സാണ് പാസ് എന്ന് പറയും, പാസ്സായില്ലെങ്കിൽ റഫർ എന്നേ പറയുള്ളൂ. വെച്ചാൽ പിന്നീട് ആ ടെസ്റ്റ് ചെയ്ത് കേൾവിക്കുറവുണ്ടോ ഉള്ളൂ എന്ന് സ്ഥിരീകരിക്കാൻ പറ്റുള്ളൂ. പിന്നീടുള്ള ടെസ്റ്റാണ് ബേറ, ബ്രെയിൻ സ്റ്റെം ഇവോക്ക് റെസ്പോൺസ് ഓഡിമെട്രി. ഇതിൽ ചെയ്യുന്നത് സൗണ്ട് കൊടുത്ത് തലച്ചോറിനുള്ള പ്രതികരണം, ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി, ആ ഒരുള്ള നമ്മൾ കൊടുത്തു കഴിയുമ്പോൾ, ഒരു സൗണ്ട് കൊടുത്തു കഴിയുമ്പോൾ തലച്ചോറ് എങ്ങനെ പ്രതികരിക്കുന്നത് പിക്കപ്പ് ചെയ്യുന്ന ടെസ്റ്റാണ് ബേറ എന്ന് പറയുന്നത്. അപ്പോൾ സൗണ്ട് കൊടുത്തു കഴിഞ്ഞിട്ട് തലച്ചോറിൽ നിന്നുള്ള റെക്കോർഡിങ്സ് ചെയ്യും, അതാണ് ബേറ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ആ ടെസ്റ്റ് ചെയ്യുന്ന വ്യക്തി, കുട്ടിയാണേലും മുതിർന്നവരാണേലും, ആളുടെ പ്രതികരണം അല്ലെ റെസ്പോൺസ് ആവശ്യമില്ല. ഉറക്കത്തിൽ ചെയ്യാൻ പറ്റും, കുട്ടികളെ ഉറക്കി ചെയ്യാറുണ്ട്, മയക്കി കിടത്തിയിട്ടും ചെയ്യാറുണ്ട്. അപ്പോൾ അതിന് പ്രതികരണം ആവശ്യമില്ല. അപ്പോൾ ഇതാണ് തീർച്ചയായും ഞങ്ങൾ ഗോൾഡ് സ്റ്റാൻഡേർഡ് എന്ന് പറയും. അപ്പോൾ ഈ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടിക്ക് അല്ലെങ്കിൽ ആൾക്ക് എത്രത്തോളം കേൾവിക്കുറവുണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതിന് മുകളിലുള്ള ഒരു ടെസ്റ്റാണ് ASSR. അതിനാണെങ്കിൽ ഏത് വിധത്തിലുള്ള കേൾവിക്കുറവെന്നും മനസ്സിലാക്കും. സാധാരണയുള്ള ടെസ്റ്റുകൾ ഇതൊക്കെയാണ്: 1 ട്യൂണിംഗ് ഫോർക്ക്, 2 പ്യൂർട്ടോൺ ഓഡിമെട്രി, പിന്നെ OAE, ബേറ, ASSR. കേൾവിക്കുറവിനെ പറ്റി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ പറഞ്ഞ ബോക്സിൽ എഴുതി ചോദിക്കുകയാണെങ്കിൽ അതിനുള്ള ഉത്തരം തരാവുന്നതാണ്. താങ്ക് യു.